നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇലയടയാണ്. ചക്ക വരട്ടി കൊണ്ട് തയ്യാറാക്കുന്ന ഇലയട. സാധാരണ നമ്മൾ തേങ്ങയും ശർക്കരയും വെച്ചാണല്ലോ തയ്യാറാക്കുന്നത്. ഇന്നൊരു വെറൈറ്റി രീതിയിൽ ചക്ക വരട്ടി കൊണ്ടാണ് ഞാൻ ഇലയട തയ്യാറാക്കുന്നത്. ചക്ക വരട്ടി ഉണ്ടായിരുന്ന ചക്കയപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന ചക്ക വരട്ടിയാണിത്. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇലയട തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ മാവാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ്, തരി ഒന്നും ഇല്ലാത്ത നല്ല മാവ് എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച് വയ്ക്കാം. ഒന്ന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി വയ്ക്കുക. അതിനുശേഷം ആ സമയം കൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കാനുള്ള വാഴയിലയൊന്ന് വാട്ടിയെടുക്കാം. ഞാനിവിടെ ഇല നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ആദ്യം ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ 1-2 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഇതുപോലെ നല്ല സോഫ്റ്റാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക വരട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇലയപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ആ മാവ് ഒരു 5 ഇലയട ഉണ്ടാക്കാനായുള്ള രീതിയിലേക്ക് ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് മാവിന് 5 ഇലയടയ്ക്കുള്ള മാവാണ് ഉള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റീമറിൽ വെച്ചിട്ടാണ് നമുക്കൊന്ന് ആവി കയറ്റി വേവിക്കേണ്ടത്. ആ ഇലയൊന്ന് കീറിയെടുത്ത് അതിലേക്ക് നമുക്ക് ഓരോ ഉരുളയും വെച്ച് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കയ്യിലൊരല്പം എണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കുക. നെയ്യാവുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇലയടയ്ക്ക് കുറച്ചുകൂടെ രുചിയായിരിക്കും. നല്ല സോഫ്റ്റായിട്ട് നല്ലതുപോലെ തന്നെ പരത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഇലയുടെ കഴിക്കുമ്പോൾ ആ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ. കട്ടിയിൽ പരത്തി കഴിഞ്ഞാൽ നമുക്ക് ആ സ്വാദ് കിട്ടത്തില്ല. നല്ല നൈസായിട്ട് തന്നെ പരത്താൻ ശ്രമിക്കുക. ഇതുപോലെ നല്ലതുപോലെ പരത്തിയെടുക്കുക. ഞാൻ ആ മാവ് മുഴുവനും 5 ഇലയിലായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ചക്ക വരട്ടി വെച്ച് കൊടുക്കാം. 1 സ്പൂൺ ചക്ക വരട്ടി വയ്ക്കുന്നുണ്ട്. ഒന്ന് പരത്തിയതിന് ശേഷം ഓരോ സ്പൂൺ തേങ്ങ കൂടെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നമുക്കിതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റീമറിൽ ആ പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ ഈ ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കിയതുകൊണ്ട് ഒത്തിരി അങ്ങ് കട്ടിക്ക് ചക്ക വരട്ടി എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അല്പം ലൂസായിട്ട് ഇതിരിക്കുന്നത്. ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിതൊന്ന് വരട്ടി എടുത്തതാണ്. അപ്പോൾ ഒന്ന് ബാക്കി വന്നത് ഇതുപോലെ ഒന്ന് അടയുണ്ടാക്കാമെന്ന് കരുതി. ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റ്, ചക്കയപ്പത്തിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ഒരു ഇലയട ഉണ്ടാക്കി കഴിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തിയും ആവിയിൽ പെട്ടെന്ന് വെന്തും കിട്ടും. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. എന്നുവെച്ചാൽ നമ്മളിത് മാവ് ഒന്ന് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചതല്ലേ. ചക്ക വരട്ടി നല്ലപോലെ വെന്തതാണ്. അതുകൊണ്ട് ഒരു 15-20 മിനിറ്റോളം മതിയാവും. സൂപ്പറായിട്ട് നമ്മുടെ ചക്ക വരട്ടി കൊണ്ട് തയ്യാറാക്കിയ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വൈകുന്നേരത്തെ കാപ്പിയോടൊപ്പം കഴിക്കാനായി നമുക്കിതുപോലെ സാധാരണ നമ്മൾ ചക്കപ്പഴം ഉള്ളപ്പം നമ്മൾ ചക്ക വരട്ടി ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഇടയ്ക്കൊന്ന് എടുത്ത് നമുക്ക് ചക്ക വരട്ടി കൊണ്ടുള്ള ഇലയട തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിലൊന്ന് തുറന്ന് കാണിച്ചു തരാം. കണ്ട നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഇലയടയാണിത്. ഇനി അത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇത് നമുക്ക് സ്പൂൺ കൊണ്ടിങ്ങനെ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയ്ക്കും സോഫ്റ്റാണ്. അത് വയ്ക്കുന്ന ഉടനെ തന്നെ അത് മുറിഞ്ഞ് കിട്ടുന്നുണ്ട്. വളരെ വളരെ സോഫ്റ്റായൊരു ഇലയടയാണിത്. നാവിൽ വയ്ക്കുന്നതിന് മുമ്പേ അലിഞ്ഞു പോകുന്ന രീതിയിൽ രുചിയിലും അതേ സോഫ്റ്റുമായിട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല ചക്ക വരട്ടിയായതുകൊണ്ട് നല്ലൊരു മണവും രുചിയുമാണ് ഇതിന്. അപ്പം നിങ്ങളും ഇതേപോലെ ചക്ക വരട്ടി കൊണ്ട് ഇലയട തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള രുചികരമായ സ്വാദിഷ്ടമായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.